കൂട്ടുകാരെയും ജെഫോറി ടിപ്സിൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല പുതുമഴയൊക്കെ പെയ്തു. അപ്പോൾ ഈ ഒരു സമയത്തുണ്ടല്ലോ നമ്മുടെ ചെടികൾ നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് നല്ലൊരു സമയമാണ് കേട്ടോ. അപ്പോൾ കുറേ പേരുണ്ടല്ലോ നമ്മുടെ നാടൻ നല്ല ഡാലിയ ചെടി എങ്ങനെയാണ് ആ ഒരു ചെടിയെ നമ്മൾ നട്ടുകൊടുത്ത് നല്ല സംരക്ഷിച്ചെടുക്കുന്നതെന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല നാടൻ ഡാലിയ ചെടീൻ്റെ പുതിയ നല്ല സ്റ്റോക്കും ഉണ്ട്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ടുപോകാം. നമ്മൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ച കുറച്ച് പേരുടെ ഓർഡർ നമ്മൾ എടുത്ത് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഓർഡർ, അതായത് കഴിഞ്ഞ ആഴ്ച പെരുന്നാളായതുകൊണ്ട് അയക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ എനിക്ക് പനിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നപ്പോൾ നമുക്ക് കൊറിയർ പേക്ക് ചെയ്യാനൊന്നും അങ്ങോട്ട് പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ആ ഒരു പ്ലാന്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരാഴ്ചയായിട്ട് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഡാലിയ ചെടീനെ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിലെ ഫ്ലവറും കാര്യങ്ങളും അതുപോലെ പ്ലാന്റും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ള ഡാലിയ ചെടിയുടെ പ്ലാന്റിൻ്റെ സൈസ്. ഇതുകൊണ്ട് ഇതിനേക്കാളും കുറച്ചുകൂടെ വലിയ സൈസിലുള്ള പ്ലാന്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാം നല്ല ചേഞ്ച് കളറുകൾ വരുന്ന നല്ല പ്ലാന്റാണ്. അതുപോലെ എല്ലാ പ്ലാന്റിലും അത്യാവശ്യം നല്ലോണം ഇപ്പം നല്ല മുട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ വേറൊരു പ്ലാന്റ് കാണിച്ചു തരാം. ഇത് കണ്ടോ, നിറച്ച് മുട്ടൊക്കെ വന്ന് നല്ല ഹെൽത്തിയായ നല്ല പ്ലാന്റാണേ. ഈ കാണുന്നത് നമ്മുടെ വേറൊരു കളർ കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ ഇതിൻ്റെയൊക്കെ ഫ്ലവർ കാണാനായിട്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ നല്ല യെല്ലോ കളർ കേട്ടോ. ഒത്തിരി മുട്ടുകളും ഉണ്ട്. എല്ലാ ചെടിയിലും കുറേ ഫ്ലവർ വിരിയാനായിട്ട് നിൽക്കുന്നതാണ്. ഈ കാണുന്നത് നമ്മുടെ ഷെയ്ഡ് കേട്ടോ, അതായത് വൈറ്റും മഞ്ഞയും കൂടെ കൂടി കളർ ഷെയ്ഡ് കളറ്. ഇതാണ് കേട്ടോ ലാവണ്ടർ കളറ്. എന്ത് രസമാണെന്നറിയോ കാണാനായിട്ട്. ഇതുപോലെ നല്ല നല്ല ഹെൽത്തിയായ നല്ല പ്ലാന്റാണ്. ഇനിയുണ്ടല്ലോ നമുക്ക് ഇതിൽ നിന്നൊരു ചെടീനെ എടുത്തിട്ട് എങ്ങനെയാണ് നട്ടുകൊടുത്ത് നല്ലൊരു ചെടി ആക്കിയെടുക്കുന്നത് നിങ്ങളുടെ കാണാം അല്ലേ. നമുക്ക് കൂടുതലുണ്ടല്ലോ ഈ ചെടീൻ്റെ ലീഫ് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഏത് ഫ്ലവറാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ നമുക്ക് നല്ല മഞ്ഞ വരുന്നതാണ്. ഇതിൻ്റെ മൊട്ട് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. ഇത് നല്ല മഞ്ഞ ഡാലിയ ചെടിയാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് നടാനായിട്ട് എടുക്കാം. ഇപ്പോൾ ഉണ്ടല്ലോ നല്ല നമ്മുടെ മെലസ്റ്റോമ ചെടിയിലൊക്കെ നിറച്ച് പൂക്കൾ വിരുന്നൊരു സമയമാണ്. നോക്കി എന്ത് ഭംഗിയല്ലേ നമ്മുടെ മെലസ്റ്റോമ ചെടി കാണാനായിട്ട്. അത് അത്യാവശ്യം നല്ല വലിയ മരമാണ് കേട്ടോ. ഞാനത് കട്ട് ചെയ്ത് കൊടുക്കാതെ ഇങ്ങനെ നിർത്തിയതാണ്. അത്യാവശ്യം ഹൈറ്റിൽ നല്ലോണം പൂവിട്ടോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്തുണ്ടല്ലോ ഇതുപോലെ ഇവിടെ മഴയാണ്. അപ്പോൾ ഈ മഴ ഉള്ളത് കൊണ്ടാണ് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് ഡാലിയ ചെടി ഇവിടെ നട്ടു കൊടുത്ത് നല്ല അടിപൊളിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സ്ഥലമൊക്കെ ഉണ്ടല്ലോ ഞാൻ ഡാലിയ ചെടി നടാൻ വേണ്ടിയിട്ട് തന്നെയായിട്ട് മാറ്റിയിട്ടേക്കണ സ്ഥലമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ റെഡിയാക്കാം. ഇനി ചെടി നടാനായിട്ട് ഇതുപോലെ ചെറിയൊരു നല്ലൊരു കുഴി എടുക്കും കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനുണ്ടല്ലോ നട്ടു കൊടുക്കുന്നത് മണ്ണിലാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചെടി മണ്ണിൽ നടാം, അതുപോലെ തന്നെ നമുക്ക് നല്ല പോട്ടിൽ നട്ടു കൊടുക്കാം കേട്ടോ. അപ്പം സൗകര്യമുള്ളവർ മണ്ണിൽ നടുക, ഇല്ലാത്തവർ നല്ല ചെടിച്ചട്ടിയിൽ നട്ടാൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ അടിവളമായിട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുവാണ്. നല്ലോണം ഉണങ്ങി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നും ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ, ചാണകപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ നമുക്ക് ഈ ചെടീൻ്റെ മണ്ണ് കളഞ്ഞെടുക്കാം കേട്ടോ. ഇപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഈ ഒരു കഴിഞ്ഞ ആഴ്ചയായിട്ട് പനിയായിരുന്നേ. അപ്പോൾ പനിയായിട്ട് നമ്മൾ ചെടികളിലോട്ടൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ എനിക്കിങ്ങനെ കിതയ്ക്കുവാണ്, ആരോഗ്യം ശരിയില്ലാത്തതുകൊണ്ട്. കണ്ടോ അത്യാവശ്യം നല്ലോണം റൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് മണ്ണ് കളഞ്ഞിട്ടാണ് നടുന്നത്. ഇത് നട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴല്ലോ ഇതിലിങ്ങനെ ബൾബ് ഉണ്ടാകും കേട്ടോ ഈ ഒരു പ്ലാന്റിൽ. ഇപ്പം തന്നെ ബൾബുണ്ട്, പക്ഷേ വണ്ണം വെച്ചില്ല. ഇതാ ചെറിയതായിട്ടിങ്ങനെ വരുന്നതേ ഉള്ളൂ കേട്ടോ ബൾബ്. ഇത്രയും മണ്ണ് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ നട്ടു കൊടുക്കുകയാണ്. ചെടീനെ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാതെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു പ്ലാന്റിന് ഇവിടെ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഞാൻ ഇതുപോലെ തന്നെ ഓരോ പ്ലാന്റും
ഒരു ഇത്ര ഗ്യാപ്പ് വിട്ടിട്ട് കേട്ടോ. ഒരു ചെടി ഇവിടെ നട്ടതെങ്കിൽ അടുത്ത ചെടി നമ്മൾ ഇവിടെയാണ് നട്ടു കൊടുക്കുക. ഇത്രയും ഗ്യാപ്പിട്ട് നമ്മളിവിടെ ഫുള്ള് നമ്മുടെ ഡാലിയ തോട്ടമാക്കും. അപ്പം ഞാൻ ഇപ്പോൾ ഈ ഒരു ചെടി നടുന്നത് കാണിക്കുന്നുള്ളൂ. ബാക്കി ഞാൻ ഫുള്ളും നട്ട് കൊടുത്തിട്ട് പിന്നീട് കാണിക്കാം കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ഒരു സുഖമില്ലാത്തത് കൊണ്ട് ഇന്ന് ഫുള്ളും നടാനുള്ളൊരു എനർജി ഇല്ല. നമ്മുടെ ഡാലിയ ചെടി നടുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡാലിയ ചെടി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ കുറച്ച് ദിവസം കഴിയുമ്പം നമുക്ക് ഫ്ലവർ വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഫ്ലവർ വന്നു കഴിയുമ്പം അത്യാവശ്യം പ്ലാന്റ് ഇങ്ങനെ കുറച്ചൊന്ന് വലിപ്പം വെക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ സപ്പോർട്ടായിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു കമ്പ് കുത്തി കൊടുക്കണം. പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വന്ന ഫ്ലവറിനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ പിന്നീടാണ് വീണ്ടും പുതിയ മുട്ടുകൾ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം മഴയൊക്കെ ഏകദേശം പെയ്തത് കൊണ്ട് നല്ല ഭംഗിയായിട്ട് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ. അടുത്തതായിട്ട് കാണിക്കുന്നുണ്ടല്ലോ നല്ല നാടൻ ഓർക്കിഡ് റോസാണ്. ഓർക്കിഡ് റോസ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, മുള്ളില്ലാത്ത നല്ല പ്ലാന്റാണ്. നല്ല ഇതുണ്ട്, അത്യാവശ്യം നല്ല ഹെൽത്തിയായ നല്ല മുട്ട് ഏകദേശം എല്ലാ ചെടികളും തന്നെ മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ എല്ലാ ചെടിയിലും മുട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതുപോലത്തെ ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലിപ്പം സെയിലുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഗോൾഡൻ ഡാലിയ. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ മഴ അങ്ങ് പെയ്തപ്പം ഇതിൻ്റെ ഫ്ലവർ എല്ലാം ഇങ്ങനെ കുമ്പിട്ട് ഇങ്ങനെ താഴോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇതിനോട് സപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമ്മുടെ പ്ലാന്റ് നിൽക്കും. അപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള കുറേ ചെടികളുണ്ട് കേട്ടോ. ജെറേനിയം പ്ലാന്റ് ഉണ്ട്, അതുപോലെ ഓർക്കിഡ് റോസ്, ഡാലിയ, അങ്ങനെ ഒത്തിരി പ്ലാന്റ്സുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സെയിലിനുണ്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ള ഏത് ചെടി വേണമെങ്കിലും വാങ്ങാവുന്നതാണ്. അപ്പം എടുക്കുന്നവർ ഒരു 5 പ്ലാന്റെങ്കിലും എടുക്കാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ചാൽ 5 പ്ലാന്റായിട്ട് എടുക്കുന്നവർക്ക് ഒരു കോംബോ ഏത് ചെടി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ റോസ്, ഡാലിയ അങ്ങനെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു 5 പ്ലാന്റായിട്ട് വാങ്ങാം കേട്ടോ. അങ്ങനെ 5 പ്ലാന്റിൻ്റെ ഒരു കോംബോ ആയിട്ട് വാങ്ങുന്നവർക്ക് നമ്മൾ ഇതുപോലത്തെ നമ്മുടെ ഹൈബ്രിഡ് ബോൾസം ചെടി നമ്മൾ ഇതുപോലത്തെ ഒരു ചെടി നമ്മൾ ഫ്രീ ആയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ് എങ്ങനെയാണ് നമ്മുടെ ഡാലിയ പ്ലാന്റ് നട്ട് കൊടുത്ത് നല്ലൊരു ചെടിയാക്കി എടുക്കുന്നതെന്ന്. അപ്പം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഈ ഡാലിയ പ്ലാന്റിൽ നമുക്ക് ബൾബ് ഉണ്ടാകും. അതുകൂടാതെ നമുക്കിതിൻ്റെ കട്ടിങ്സ് മാറ്റി കുത്തി പിടിപ്പിച്ച് പുതിയ ചെടിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെയാണ് നമ്മളിത് പുതിയ ചെടികളാക്കി എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ പൂന്തോട്ടത്തിൽ നിറച്ച് മഴയൊക്കെ പെയ്തപ്പോൾ ഫുള്ളും കാട് പിടിച്ചു കാണും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പൂന്തോട്ടം മൊത്തമായിട്ട് ഇപ്പോൾ ആരെയും കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ബൈ.